നമ്മളങ്ങോട്ട് പോണം. ഹലോ പീപ്പിൾസ്, നമ്മൾ രാവിലെ തന്നെ എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആലപ്പുഴ ടൗണിൽ തന്നെയുള്ള രാജകേശവദാസ് സ്വിമ്മിംഗ് പൂളിലോട്ടാണ് പോകുന്നത്. ഇത് നമ്മുടെ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ അണ്ടറിൽ വരുന്ന സ്വിമ്മിംഗ് പൂളാണ്. അപ്പോൾ ഒന്നതേ സ്വിമ്മിംഗ് പൂളിൽ എത്തിയപ്പോഴത്തേക്ക് ബാക്കി നമ്മുടെ 2 കൂട്ടുകാരോട് നമ്മളോട് ജോയിൻ ചെയ്തു. പിന്നെ അറിയാലോ, എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ലേറ്റ് ആയിട്ടേ എത്തുള്ളൂ. 7 മണിക്ക് എത്തേണ്ട സ്വിമ്മിംഗ് പൂളിൽ 7:15 എത്തിയപ്പം. പിന്നെ സാധാരണ കൊണയടിച്ചുകൊണ്ട് നിൽക്കുന്ന, പിന്നെ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ 150 രൂപ ടിക്കറ്റ് എടുത്ത് 1 മണിക്കൂറത്തേക്ക് പൂളും ബുക്ക് ചെയ്ത് നേരെ പൂളിലോട്ട് പോയി. നമ്മുടെ ഈ പൂളിന് ഏകദേശം 10 അടി ആഴ്ചയും ഒരു 50 മീറ്റർ നീട്ടമുണ്ട്. ലോക്കൽ സെറ്റപ്പ് തോന്നല്ലേ? ഞാൻ അത് ചുമ്മാ പറഞ്ഞല്ല, അവന് ശരിക്കും അറിയത്തില്ല. സൈസ് മാത്രമേ ചിലപ്പോ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നും വെറുതെ തന്നെ പാവം അവനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നൊക്കെ. പക്ഷെ അങ്ങനല്ല ഗൈസ്, അവന്റെ വായിരിക്കുന്ന കേട്ടാ 2 അല്ല 3 പറയാൻ തോന്നും. പിന്നെ നമ്മൾ നേരെ പൂളിനോടും ടാറ്റ പറഞ്ഞ് മുപ്പാലത്തിന്റെ അടുത്തുള്ളൊരു സർബത്ത് കടയിൽ പോയി. മുപ്പാലം എന്നല്ല, ഇപ്പൊ 4 പാലം എന്നാ പറയുന്നത്. ഇപ്പൊ ഈ പാലം ഭയങ്കരമായിട്ട് അടിപൊളിയാക്കി. പിന്നെ ഈ പാലം ഇത്ര അടിപൊളിയാക്കിയപ്പോഴത്തേക്ക് നൈറ്റ് ലൈഫ് ഒക്കെ വന്ന് ഭയങ്കര രസം രാത്രിയിലൊക്കെ വന്നിരിക്കാൻ. പിന്നെ ഈ മിറിന്റെ ഒഴിച്ച് ഓറഞ്ച് സർബത്തും കുടിച്ചുകൊണ്ട് നമ്മൾ നേരെ അടുത്ത ഫുഡ് സ്പോട്ടിലോട്ട് പോയി. രാവിലെ കാർഡിയൊന്നും പറഞ്ഞുകൊണ്ട് പൂളിലോട്ട് വന്നിട്ട് ഇപ്പൊ അതിന്റെ ഇരട്ടി കലോറി അകത്തോട്ട് പോകുന്നത്. നമ്മൾ നേരെ കൈ ചൂണ്ടിയിലുള്ള കോയാസിസിലോട്ടോ. ഇവിടുത്തെ ഏറ്റവും അടിപൊളി സാധനം എന്ന് പറഞ്ഞാൽ പൊറോട്ടയും ബീഫ് കുറുമയും കിട്ടിലും കോമ്പോയാ. ഇത് ഞാൻ വെറുതെ തള്ളുമല്ല, സീരിയസ്ലി മസ്റ്റ് ഐറ്റമാണ്. അങ്ങനെ ഫുഡും കഴിച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിലോട്ട് പോയി. ഏത് മറ്റേ നീന്താൻ അറിയാത്ത അവന്റെ വീട്ടിലോട്ട് പോയി. പിന്നെ അവിടെ നിന്ന് കുറെ പ്ലാൻ ചെയ്തെങ്കിലും അവസാനം വേറൊന്നും കിട്ടാഞ്ഞുകൊണ്ട് നമ്മൾ നേരെ പ്രകമ്പനം കാണാൻ പോയി. എനിക്ക് അത്രയ്ക്ക് അങ്ങ് വർക്കായില്ല ആ മൂവി. പിന്നെ അവിടെ അത്ര ആളും ഇല്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് പെട്ടെന്ന് സലാങ്കട്ടി കഴിക്കാൻ ഒരു ആഗ്രഹം. അങ്ങനെ നേരെ നമ്മളെ ഫർസീല ബാനിലോട്ട് പോയി. ഇത് പുതിയതായിട്ട് തുടങ്ങിയ നമ്മുടെ കുബാബയുടെ ഓപ്പോസിറ്റ്. കണ്ട ഞാൻ പറഞ്ഞില്ലേ വെറുതെ അല്ല ഞാൻ അവനെ ഓരോന്ന് പറയുന്നതെന്ന്. അപ്പൊ ഗൈസ്, ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്, ടാറ്റാ.